ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന ഭാഗമാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണിയാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട്ടിലെ ഭരണാധികാരി ഉമയമ്മ റാണിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ഏതാണ്? 1695. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന് ചോദിച്ചാൽ അത് 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സംഘടിത പ്രക്ഷോഭമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി 1723 വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1809 ജനുവരി 11. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധിയിലൂടെയാണ്? 1892 ശ്രീരംഗപട്ടണം സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1892 ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടിയാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന പേരിലാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ. പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ. പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണ്? പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമലയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യർ. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യറാണ്. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പു നായർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായറാണ്. കേരള സിംഹം, പുരളി ശെമ്മൻ, പൈച്ചി രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാരാണ്? പഴശ്ശിരാജ. കേരള സിംഹം,
പുരളിശമ്മൻ, പഴശ്ശിരാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു? ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധം. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം മണിക്കർ. സർദാർ കെ എം മണിക്കർ രചിച്ച കേരള സിംഹം എന്ന നോവൽ പഴശ്ശിരാജയെക്കുറിച്ചുള്ള നോവലാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? സർദാർ കെ എം പണിക്കർ. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു? കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി ആയിരുന്നു. പഴശ്ശിരാജ മരണമടഞ്ഞത് 1805 നവംബർ 30-നാണ്. പഴശ്ശിരാജ മരണമടഞ്ഞത് 1805 നവംബർ 30-നാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ഹരിഹരൻ. ഈ സിനിമയുടെ തിരക്കഥ MD വാസുദേവൻ നായർ ആയിരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനും തിരക്കഥ MD വാസുദേവൻ നായരുടേതുമായിരുന്നു. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുമാണ്. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലെ പുൽപ്പള്ളി. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. പഴശ്ശി ഗുഹ മലപ്പുറത്തുമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ സൈന്യാധിപൻ ആരാണ്? ഡിലനോയ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് ആണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വം ഉള്ളവരാക്കി മാറ്റാൻ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കാൻ വേണ്ടി നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599 കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം ഏതാണ്? 1653 ജനുവരി 3. കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി 3. കേരളത്തിൽ നടന്ന ആദ്യ സാമൂഹിക പ്രക്ഷോഭം ഏതാണ്? 1859 ചാന്നാർ ലഹള. കേരളത്തിൽ നടന്ന ആദ്യ സാമൂഹിക പ്രക്ഷോഭം 1859 ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് സമരം എന്നും അറിയപ്പെട്ടിരുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നായിരുന്നു. 1822 ഒരു മേൽമുണ്ട് സമരം നടന്നിട്ടുണ്ട്. ആ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. 1822 നടന്ന മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. അതുകൊണ്ടാണ് 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകൻ എന്ന ചോദ്യത്തിന് വൈകുണ്ഠസ്വാമികൾ ഉത്തരമായത്. അപ്പോൾ 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. കാരണം 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് 1859 ജൂലൈ 26. 2023 തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ഏതാണ്? ചാന്നാർ ലഹള. 2023 തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ചാന്നാർ ലഹളയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ G.P. പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1891 ജനുവരി 1.
മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1 ആണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ച ആരാണ്? KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവുമാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതാരാണ്? ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1891 ജൂൺ 3. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച അതേ വർഷം തന്നെ 1891 ജൂൺ 3 എതിർ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിന് മുമ്പാകെയാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പാകെയാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കട്സൺ പ്രഭുവിന് മുമ്പാകെയാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കട്സൺ പ്രഭുവിന് മുമ്പാകെയാണ്. 1812 നടന്ന കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. 1812 കുറിച്യ കലാപം നടന്നത്. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്യ കലാപമാണ്. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 18. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ്? കുറുമ്പർ. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പരാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട് വെച്ചാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട് ജില്ലയിലാണ്. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആനി ബെസന്റ്. മലബാർ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആനി ബെസന്റാണ്. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത രാഷ്ട്രീയ സമ്മേളനം ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. ഈ സമ്മേളനമാണ് 5ാം മലബാർ ജില്ലാ സമ്മേളനം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തത് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിലാണ്. ഈ സമ്മേളനമാണ് 5ാം മലബാർ ജില്ലാ സമ്മേളനം എന്ന പേരിലും അറിയപ്പെടുന്നത്. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ്. 1920 മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനവും ഇതുതന്നെയായിരുന്നു. ഇത് നടന്നത് 1920 മഞ്ചേരിയിലാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം 1920 മഞ്ചേരിയിലാണ് നടന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യർ ആയിരുന്നു. 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് എത്തിയ ദേശീയ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും. 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് കോഴിക്കോടെത്തിയ ദേശീയ നേതാക്കന്മാർ ഗാന്ധിജിയും ഷൗക്കത്ത് അലിയുമാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു. ഖിലാഫത്ത് കമ്മിറ്റി കേരള ഘടകം പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം 1917 തളി ക്ഷേത്ര പ്രക്ഷോഭമാണ്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം 1917 തളി ക്ഷേത്ര പ്രക്ഷോഭമാണ്.
തളി ക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ആരൊക്കെയാണ്? KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ. തളി ക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ എന്നിവരാണ്. തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത്. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച ബാരിസ്റ്റർ AK പിള്ളയുടെ പത്രമാണ് സ്വരാട്. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച ബാരിസ്റ്റർ AK പിള്ളയുടെ പത്രമേതാണ്? സ്വരാട്. മലബാറിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? വില്യം മാനുവൽ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം മാനുവലാണ്. മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ ലഹള. മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ ലഹള. മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു. മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധം. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്കാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത ആരാണ്? കമ്മത്ത് ചെന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചെന്നമ്മയാണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929 മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ്? ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതി ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? 1921. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനാണ്. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷനാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലപ്പുറത്തെ തിരൂർ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ വക്കം അബ്ദുൽ ഖാദറാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. 1924-25 വർഷങ്ങളിലായിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ യുവാക്കൾ ചേർന്നാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? കോട്ടയം.
വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി കെ മാധവനായിരുന്നു. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1923 കാക്കിനഡ സമ്മേളനം. 1923 കാക്കിനഡ സമ്മേളനത്തിൽ അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി കെ മാധവനാണ്. അപ്പോൾ അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനഡ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത വ്യക്തി ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയോർ, വൈക്കം ഹീറോ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പെരിയോർ, വൈക്കം ഹീറോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ച ആരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം ഏതാണ്? വെല്ലൂർ ആശ്രമം. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം വെല്ലൂർ ആശ്രമമാണ്. വൈക്കം സത്യാഗ്രഹം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം എന്ന പേരിൽ അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എത്ര ദിവസമാണ്? 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടു നിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നു കൊടുത്തു എന്നാണ്. 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നു കൊടുത്തത് 1925 നവംബർ 23. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് 1926 ഫെബ്രുവരി 19. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് 1926 ഫെബ്രുവരി 19. ശുചീന്ദ്രം സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? എം ഇ നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഇ നായിഡു ആണ്. കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ആനന്ദ തീർത്ഥൻ, വേദബന്ധു. കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയവർ ആനന്ദ തീർത്ഥൻ, വേദബന്ധു എന്നിവരാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. കേരളത്തിലെ പ്രധാന ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കേരളത്തിലെ പ്രധാന ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരുമായിരുന്നു. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി എവിടെയായിരുന്നു? പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയും പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് സോങ് എന്തായിരുന്നു? വരിക വരിക സഹചരെ എന്ന ഗാനമാണ്. അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന ഗാനമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 32. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം 32 ആണ്. കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13.
ഉപ്പു സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിൽ എത്തിയത് 1930 ഏപ്രിൽ 21-നുമാണ്. കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നും ജാഥ പയ്യന്നൂരിൽ എത്തിയത് 1930 ഏപ്രിൽ 21-നുമാണ്. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ. ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. 1931 നവംബർ 1-ന് ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും. 1931 നവംബർ 31-ന് ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ കെ കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-നാണ്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-നും നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നുമാണ്. ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ്. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് 1931-ൽ കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് 1931-ൽ കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരായിരുന്നു. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936-ലാണ്. എന്നാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956-ലാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956-ലുമാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ടി കെ മാധവനാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ച ആരാണ്? ടി കെ മാധവൻ. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ 19 കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ 19 തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ശ്രീ ചിത്ര തിരുനാളാണ്. 1936 നവംബർ 12-നാണ് ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്?
ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു തീർത്ഥാടനം. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ്. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണ്. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണ്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നാണ്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നാണ്. തൃശ്ശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936 തൃശ്ശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം വൈദ്യുതി പ്രക്ഷോഭമാണ്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം വൈദ്യുതി പ്രക്ഷോഭത്തോടു കൂടിയാണ്. കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം 1934. കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം 1934. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് 1940 ജനുവരി 26-നാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് 1940 ജനുവരി 26-നാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1939 പിണറായി സമ്മേളനം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1939 പിണറായി സമ്മേളനമാണ്. തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? യൂത്ത് ലീഗ്. തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന യൂത്ത് ലീഗാണ്. ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നാണ്. ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങളാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്ന വർഷം 1938. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് പകരം ഏതു പദവി രൂപവത്കരിച്ചുകൊണ്ടാണ്? ഡിക്റ്റേറ്റർ. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് പകരം ഡിക്റ്റേറ്റർ എന്ന പദവി രൂപവത്കരിച്ചുകൊണ്ടാണ്. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി ആരാണ്? രാഘവൻ. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി രാഘവനാണ്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആചരിച്ചതെന്നാണ്? 1946 ജൂലൈ 29. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആചരിച്ചത് 1946 ജൂലൈ 29-നാണ്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ഏതാണ്? 1947 ഓഗസ്റ്റ് 14. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം 1947 ഓഗസ്റ്റ് 14. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? 1938 ഫെബ്രുവരി 23. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938 ഫെബ്രുവരി 23. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നതുമായ വ്യക്തി ആരാണ്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി പട്ടം താണുപിള്ളയാണ്. അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റും പട്ടം താണുപിള്ളയായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1938 ഫെബ്രുവരി 25-നാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1938 ഫെബ്രുവരി 25-നാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവാണ്. തിരുവനന്തപുരം ജില്ലയിലെ
വട്ടിയൂർക്കാവിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത്. ഇതെന്നാണ് നടന്നത്? 1938 ഡിസംബർ 22, 23 തീയതികളിലായിട്ടാണ് നടന്നത്. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏതാണ്? 1938. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് എന്നാണ്? 1938 സെപ്റ്റംബർ 29. കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1938 സെപ്റ്റംബർ 29. കടയ്ക്കൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം. കടയ്ക്കൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാഘവൻ പിള്ള. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന രാഘവൻ പിള്ളയാണ്. മൊറാഴ സമരം നടന്നത് എന്നാണ്? 1940 സെപ്റ്റംബർ 15. മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15. മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലൻ. മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലനാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ഏതാണ്? 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇരിഞ്ഞാലക്കുടയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ്. അവസാന വാർഷിക സമ്മേളന വേദി തൃശ്ശൂരുമായിരുന്നു. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം എന്ന പേരിലാണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. ജില്ല കാസർഗോഡ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. ഏത് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. 2016 75-ാം വാർഷികം ആഘോഷിച്ച സമരം ഏതാണ്? കയ്യൂർ സമരം. 2016 75-ാം വാർഷികം ആഘോഷിച്ച സമരം കയ്യൂർ സമരമാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് 1943 മാർച്ച് 29 തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരത്തെ തുടർന്ന് 1943 മാർച്ച് 29 തൂക്കിലേറ്റപ്പെട്ടവർ മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരായിരുന്നു. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യനാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി EK നയനാറാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് ആക്രമണം. 1942 നവംബർ 17 കീഴരിയൂർ ബോംബ് ആക്രമണം നടന്നത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ഡോക്ടർ KB മേനോനും കുഞ്ഞിരാമക്കിടാവുമാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. തുലാംപത്ത് സമരം എന്നറിയപ്പെട്ടത് ഏത് സമരമാണ്? പുന്നപ്ര വയലാർ സമരം. തുലാംപത്ത് സമരം എന്നറിയപ്പെട്ടത് പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം
പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവൽ ഏതാണ്? തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലെ വലിയ ചുടുകാട്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ വലിയ ചുടുകാടിലാണ്. പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരം ഏതാണ്? കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946 കരിവെള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂരുമാണ്. കരിവെള്ളൂർ സമരം നടന്നത് 1946 കണ്ണൂർ ജില്ലയിലാണ്. കരിവെള്ളൂർ സമരനായിക ആരാണ്? കെ ദേവയാനി. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. തോൽവിറക് സമരം നടന്നത് 1946 നവംബർ 15 തോൽവിറക് സമരം നടന്നത് 1946 നവംബർ 15 തോൽവിറക് സമരം നടന്ന സ്ഥലം ചീമേനിയാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ വെച്ചാണ് തോൽവിറക് സമരം നടന്നത്. തോൽവിറക് സമരനായിക ആരാണ്? കാർത്യായനി അമ്മ. തോൽവിറക് സമരനായിക കാർത്യായനി അമ്മയാണ്. തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രകുള പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുളം സമരം. 1946 തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുളം സമരം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹമാണ്. 1947-48 കാലഘട്ടത്തിൽ നടന്ന പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. 1947 ഡിസംബർ 4 സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് എ ജി വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായതാരാണ്? എ ജി വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദജാഥ നയിച്ച വനിതയാരാണ്? കെ കെ കൗസല്യ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദജാഥ നയിച്ച വനിത കെ കെ കൗസല്യയാണ്. മാഹി വിമോചന സമരം നടന്ന വർഷം ഏതാണ്? 1948. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഐ കെ കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് ഐ കെ കുമാരൻ മാസ്റ്ററാണ്. ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം ഏതാണ്? 1954 ജൂലൈ 16. ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം 1954 ജൂലൈ 16 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ്. തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം 1947. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച എന്നാണ്? 1949 ജൂലൈ 1. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് 1949 ജൂലൈ 1. EMS നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി 1.25 കോടി മലയാളികൾ എന്ന കൃതിയാണ്. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായതെന്നാണ്? 1956 നവംബർ 1. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് NV കൃഷ്ണവാര്യറാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭൻ.
1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നാണ്. 1959 ജൂലൈ 31. അപ്പോൾ 1959 ജൂലൈ 31 കേരളത്തിലെ ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിടാനുണ്ടായ കാരണം വിമോചന സമരമാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1921. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം 1921. കോഴിക്കോട് ജില്ലയിൽ നടന്ന കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ചത്താലും ചെത്തും കൂത്താളി. കോഴിക്കോട് ജില്ലയിൽ നടന്ന കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം ചത്താലും ചെത്തും കൂത്താളി എന്നായിരുന്നു. 1957 ഒരണ സമരം നടന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. 1957 ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ്. അമരാവതി സമരം നടന്ന വർഷം ഏതാണ്? 1961. അമരാവതി സമരം നടന്ന വർഷം 1961. ഇനിയും കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉദയംപേരൂർ സുന്നഹദോസ് 1599, കൂനംകുരിശു പ്രതിജ്ഞ 1653, അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, തൃപ്പടിദാനം 1750, ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ, കുണ്ടറ വിളംബരം 1809, കുറിച്യ കലാപം 1812, ചാന്നാർ ലഹള 1859, പണ്ടാരപ്പാട്ട വിളംബരം 1865, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായത് 1888, മലയാളി മെമ്മോറിയൽ 1891, എതിർ മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത് 1904, തളിക്ഷേത്ര പ്രക്ഷോഭം 1917, പൗരസമത്വവാദ പ്രക്ഷോഭം 1919, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920, മലബാർ കലാപം, വാഗൺ ട്രാജഡി, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921, വൈക്കം സത്യാഗ്രഹം 1924, ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം 1925, വൈക്കം സത്യാഗ്രഹം 1924-25 നടന്നത്. സുചീന്ദ്രൻ സത്യാഗ്രഹം 1926, ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം 1927, പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം 1928, നിയമലംഘന പ്രസ്ഥാനം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം 1934, ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി പ്രക്ഷോഭം എന്നിവ 1936, ഗാന്ധിജിയുടെ ഒടുവിലത്തെ കേരള സന്ദർശനം 1937, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായതും കല്ലട പാങ്ങോട് സമരവും കടക്കൽ പ്രക്ഷോഭവും നടന്നത് 1938, മൊറാഴ സമരം 1940, കൂത്താളി സമരം 1940 മുതൽ 1950 വരെ, കയ്യൂർ സമരം 1941, ക്വിറ്റ് ഇന്ത്യ സമരം, കീഴരിയൂർ ബോംബ് ആക്രമണമൊക്കെ 1942, പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം, തോൽവിറക് സമരം, കുട്ടംകുളം സമരം, MSP സമരം എന്നിവ 1946, ഐക്യ കേരള കൺവെൻഷൻ 1947, പാലിയ സത്യാഗ്രഹം 1947-48 കാലഘട്ടം, മാഹി വിമോചന സമരം 1948, തിരുക്കൊച്ചി സംയോജനം 1949, കേരള സംസ്ഥാന രൂപീകരണം 1956, ആദ്യ നിയമസഭ നടന്നതും ഒരെണ്ണ സമരം നടന്നതും 1957, വിമോചന സമരം 1959. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.